My dear friends, welcome to today's video. How are you? In the last video, we took a look at all the tenses in English with a special focus on the simple present tense. Today, we are continuing that journey by exploring the present continuous tense. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന 12 ടെൻസുകൾ പരിചയപ്പെട്ടു. അതുപോലെ തന്നെ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുന്നത് വിശദമായി പഠിച്ചു. ഇന്ന് നമുക്ക് പ്രസന്റ് ടെൻസിന്റെ കാറ്റഗറിയിൽ വരുന്ന പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് വിശദമായി പഠിക്കാം. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പുരോഗമിക്കുന്ന പ്രവൃത്തികളെ കുറിച്ച് സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. Here is the general form of the present continuous tense including subject verb agreement. സബ്ജക്റ്റ് I വരുമ്പോൾ ഹെൽപ്പിംഗ് verb am, അതിനുശേഷം മെയിൻ verb plus ing. If we add ing to the main verb, we can call it the present participle. മെയിൻ വെർബിനോട് ing ചേർത്താൽ അതിനെ present participle എന്ന് വിളിക്കാവുന്നതാണ്. Example, I am studying. In this sentence, the verb form studying is in the present participle form. ഈ വാചകത്തിൽ studying എന്ന ക്രിയാരൂപം present participle ആകുന്നു. Another example, I am reading. I am reading എന്നത് present continuous tenseനെ സൂചിപ്പിക്കുന്നു. He, she, it മുതലായ സിംഗുലർ സബ്ജക്റ്റുകൾ വരുമ്പോൾ സബ്ജക്റ്റിന്റെ കൂടെ is plus verb plus ing. Examples, he is studying, she is reading. പ്ലൂരൽ സബ്ജക്റ്റുകളായ you, we, they മുതലായവ വരുമ്പോൾ സബ്ജക്റ്റിന്റെ കൂടെ are plus verb plus ing. Examples, we are studying, they are reading. This structure helps to form the present continuous tense to describe actions happening right now or in progress. Let's see some examples in present continuous tense with Malayalam meanings. ഞാൻ പുസ്തകം വായിക്കുകയാകുന്നു. I am reading a book. ഇവിടെ സബ്ജക്റ്റ് I ആയതുകൊണ്ട് am എന്ന ഹെൽപ്പിംഗ് വെർബാണ് വന്നിരിക്കുന്നത്. അതിനുശേഷം മെയിൻ വെർബായ റീഡിന്റെ കൂടെ ing ചേർത്തിരിക്കുന്നു. അവൾ രാത്രി ഭക്ഷണം പാകം ചെയ്യുകയാകുന്നു. She is cooking supper. ഇവിടെ ഷീ എന്ന സബ്ജക്ട് സിംഗുലർ ആയതുകൊണ്ട് സിംഗുലർ ഫോമിലുള്ള ഹെൽപ്പിംഗ് വെർബ് ആയിട്ടുള്ള ഈസ് ആണ് സബ്ജക്റ്റിന്റെ കൂടെ വന്നിരിക്കുന്നത്. അതിനുശേഷം മെയിൻ വെർബ് ആയിട്ടുള്ള കുക്കിന്റെ കൂടെ ing ചേർത്തിരിക്കുന്നു. ഇവിടെ ഈസ് കുക്കിംഗ് എന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനെ സൂചിപ്പിക്കുന്നു. അവർ ഫുട്ബോൾ കളിക്കുകയാകുന്നു. ദേ ആർ പ്ലേയിങ് ഫുട്ബോൾ. ഇവിടെ സബ്ജക്റ്റ് ദേ എന്നുള്ളത് പ്ലൂരൽ ആയതുകൊണ്ട് പ്ലൂരൽ ഫോമിലുള്ള ഹെൽപ്പിംഗ് വെർബ് ആയ ആർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം പ്ലേ എന്ന മെയിൻ വെർബിന്റെ കൂടെ ing ചേർത്തിരിക്കുന്നു. ഞങ്ങൾ ഒരു സിനിമ കാണുകയാണ്. വി ആർ വാച്ചിങ് എ മൂവി. ഇവിടെ വി എന്ന സബ്ജക്ട് പ്ലൂരൽ ആയതുകൊണ്ട് പ്ലൂരൽ ഫോമിലുള്ള ഹെൽപ്പിംഗ് വെർബ് ആയിട്ടുള്ള ആർ ആണ് വന്നിരിക്കുന്നത്. അതിനുശേഷം വാച്ച് എന്ന മെയിൻ വെർബിന്റെ കൂടെ ing ചേർത്തിരിക്കുന്നു. കുട്ടികൾ ഉറങ്ങുകയാകുന്നു. ദ ചിൽഡ്രൻ ആർ സ്ലീപ്പിംഗ്. ദ ചിൽഡ്രൻ എന്നുള്ളത് പ്ലൂരൽ സബ്ജക്ട് ആയതുകൊണ്ട് പ്ലൂരൽ ഫോമിലുള്ള ഹെൽപ്പിംഗ് വെർബ് ആയിട്ടുള്ള ആർ വന്നിരിക്കുന്നു. അതിനുശേഷം സ്ലീപ്പ് എന്ന വെർബിന്റെ കൂടെ ing ചേർത്തിരിക്കുന്നു. Now let's learn the present continuous tense used in different situations with examples explained in Malayalam. Present continuous tense വിവിധ സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്നത് ഉദാഹരണങ്ങളിലൂടെ നമുക്ക് പഠിക്കാം. By the end of this video, you will be able to use present continuous tense confidently in different situations. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ നമുക്ക് present continuous tense ഉപയോഗിക്കാവുന്നതാണ്. Present continuous tense is used to talk about actions happening right now. Look at this sentence. അവൾ ഒരു കത്ത് എഴുതുകയാകുന്നു. She is writing a letter. As the subject is singular, we are using the singular form of the helping verb which is in the present tense. ഇവിടെ സബ്ജക്ട് ഷീ എന്നത് സിംഗുലർ ആയതുകൊണ്ട് സിംഗുലർ ഫോമിലുള്ള ഹെൽപ്പിംഗ് വെർബായ ഈസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനുശേഷം മെയിൻ വെർബ് ആയിട്ടുള്ള റൈറ്റിന്റെ കൂടെ ing ചേർത്തിരിക്കുന്നു. നെക്സ്റ്റ് വൺ, present continuous tense is used to describe ongoing actions over a period of time. ഒരു കാലയളവിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുമ്പോൾ present continuous tense ഉപയോഗിക്കാവുന്നതാണ്.
Look at this sentence. ഞാൻ ഗിറ്റാർ വായിക്കുന്നത് പഠിക്കുന്നു. I am learning to play the guitar. ഇവിടെ ഐ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഹെൽപ്പിംഗ് വെർബ് am എന്നാണ് വന്നിരിക്കുന്നത്. മെയിൻ വെർബ് ആയ ലേണിന്റെ കൂടെ ing ചേർത്തിരിക്കുന്നു. Here present continuous tense is used for an action that is happening over a period, but not necessarily right at this moment. അതായത് ഒരു കാലയളവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ present continuous tense ഉപയോഗിച്ചിരിക്കുന്നു. Next one, present continuous tense is used to express temporary situations. അതായത് താൽക്കാലികമായ അവസ്ഥകളെ സൂചിപ്പിക്കാൻ present continuous tense ഉപയോഗിക്കുന്നു. ഈ ആഴ്ച അവൻ തന്റെ സുഹൃത്തിനൊപ്പം താമസിക്കുന്നു. He is staying with his friend this week. He is staying എന്നത് present continuous tenseനെ സൂചിപ്പിക്കുന്നു. This sentence describes a temporary situation lasting for a limited period of time. Present continuous tense is used to express planned actions happening in the near future. അതായത് അടുത്ത ഭാവിയിൽ നടക്കാൻ പോകുന്ന പ്രവർത്തനത്തെ സൂചിപ്പിക്കാൻ present continuous tense ഉപയോഗിക്കുന്നു. നാളെ ഞങ്ങൾ ഒരു യാത്ര പോവുകയാണ്. We are leaving for a trip tomorrow. In this sentence, are leaving shows the present continuous tense. ഈ വാചകത്തിൽ are leaving എന്നത് present continuous tenseനെ സൂചിപ്പിക്കുന്നു. This sentence is used to talk about planned future actions. The present continuous tense can be used in a negative sense. In negative sentences, the structure typically involves adding not after the helping verb. ഇവിടെ നെഗറ്റീവ് സെൻസ് കിട്ടുവാൻ നമ്മൾ ഹെൽപ്പിംഗ് വെർബിന് ശേഷം നോട്ട് ചേർക്കുന്നു. നമ്മൾ ഇന്ന് രാത്രി പാർട്ടിക്ക് പോകുന്നില്ല. We are not going to the party tonight. അവൻ ഇപ്പോൾ ജോലി ചെയ്യുന്നില്ല. He is not working right now. The present continuous tense can be used to form questions by inverting the subject and the helping verb. Am, is or are. Present continuous tense ചോദ്യ രൂപത്തിൽ വരുമ്പോൾ ആദ്യം ഹെൽപ്പിംഗ് വെർബ്, പിന്നെ സബ്ജക്റ്റ്, അതിനുശേഷം പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ്, അതായത് വെർബ് പ്ലസ് ing, ഇങ്ങനെയാണ് വരുന്നത്. Here are some examples. നമ്മൾ ഇന്ന് രാത്രി പാർട്ടിക്ക് പോകുന്നുണ്ടോ? Are we going to the party tonight? അവൻ ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ടോ? Is he working right now? ഇത്തരം ചോദ്യങ്ങൾ നിലവിൽ തുടരുന്ന അല്ലെങ്കിൽ ഒരു പ്രത്യേക സമയത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ ഉപയോഗിക്കുന്നു. I hope it is clear to you. That wraps up our lesson on the present continuous tense. I hope these examples and explanations have made the concept clear. Make sure to practice using this tense in different situations to become more comfortable with it. Thanks for watching and stay tuned for more lessons on English grammar. Have a great day.